ഹലോ വെൽക്കം ബാക്ക് ടു റോംബസ്. അപ്പൊ നമ്മുടെ ന്യൂട്രീഷൻ ആൻഡ് ബയോമോളിക്യൂൾസിന്റെ സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് വരാൻ പോകുന്നത്. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാല്ലേ. നമ്മൾ ഓൾറെഡി ഒരു 7 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താണ്ടെ വന്നിട്ടുണ്ട്. വിച്ച് വൈറ്റമിൻ ഈസ് സിന്തസൈസ്ഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി ബൈ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ? ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ എന്ത് ചെയ്യാണ് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ, അതായത് നമ്മുടെ ഇൻഡസ്റ്റൈനില് ഉള്ള ബാക്ടീരിയ അത് എന്ത് ചെയ്യുന്നതാണ് ചോദിച്ചത്? സിന്തസൈസ് ചെയ്യുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വൈറ്റമിൻ ആണ് ഇവിടെ സിന്തസൈസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊന്ന് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. വൈറ്റമിൻ കെ ആണ് എന്ത് ചെയ്യുന്നത്? ബാക്ടീരിയ സിന്തസൈസ് നടത്തുന്ന ആരാണ്? വൈറ്റമിൻ കെ ആണ്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. നമുക്ക് ആൻസർ നോക്കിയേക്കാലോ. തന്നെ നോക്കിക്കോ. ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ എന്താണ് സിന്തസൈസ് ചെയ്യുന്നത്? വൈറ്റമിൻ കെ ആണ്. അതേപോലെ എന്തിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ, അത് മറന്നു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ് ആർ. നമുക്കറിയാം അല്ലെ, നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്നറിയപ്പെടുന്നത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസിന്റെ അകത്ത് ആരാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അമിനോ ആസിഡ്സ് ആണ് അല്ലെ. അപ്പൊ ഈ ഓപ്ഷൻസിൽ അമിനോ ആസിഡ്സ് ഉണ്ടോ എന്ന് നോക്കി. ഷുഗർ തന്ന്, ഫാറ്റി ആസിഡ്, അമിനോ ആസിഡ്, ന്യൂക്ലിയോടൈഡ്സ്. അമിനോ ആസിഡ് തന്നിട്ടുണ്ടല്ലേ ഓൾറെഡി. അപ്പൊ ഷുഗർ നമുക്കറിയാലോ, സ്റ്റാർച്ച്. ഷുഗറിന്റെ പല പല ഫോംസ് ആണ്, ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്. അപ്പൊ അതല്ലെന്ന് നമുക്ക് എന്തായാലും പ്രോട്ടീൻസ്, അതായത് ബിൽഡിംഗ് ബ്ലോക്സ് അതല്ലെന്ന് അറിയാം അല്ലെ. ഷുഗർ നമ്മുടെ എന്തിനാ, എനർജിക്ക് വേണ്ടി അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് മാറിയാണല്ലോ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അത് റിലേറ്റഡ് അല്ല. എന്തായാലും ബിൽഡിംഗ് ബ്ലോക്സ് ആരല്ല? ഷുഗർ അല്ലെന്ന് ഉറപ്പിക്കാം അല്ലെ. അപ്പൊ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ഫാറ്റി ആസിഡ് അതെന്തിനാണ്? ഫാറ്റ്സ് അല്ലെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാറ്റി ആസിഡ്സ് എങ്ങനെയാണ് ഫോം ആവുന്നത്? നമ്മുടെ ഫാറ്റ്സിനെ കൺവേർട്ട് ചെയ്താണ്. ലിപ്പേസ് എന്ത് ചെയ്യും? ഫാറ്റ്സിനെ കൺവേർട്ട് ചെയ്ത് ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ഗ്ലിസറോൾ ആക്കാറുണ്ട് അല്ലെ. അപ്പൊ ഫാറ്റി ആസിഡ് അല്ലെന്നും നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ ന്യൂക്ലിയോടൈഡ്സ് അല്ലെന്ന് നമുക്ക് എന്തായാലും അറിയാം. അതല്ലേ, ബിൽഡിംഗ് ബ്ലോക്സ് എന്തായാലും ന്യൂക്ലിയോടൈഡ്സ് അല്ലല്ലോ. അപ്പൊ ന്യൂക്ലിയോടൈഡ്സ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അമിനോ ആസിഡ് ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. പ്രോട്ടീൻസുമായിട്ട് റിലേഷൻ വരുന്ന ആരൊക്കെയാണ്? അമിനോ ആസിഡ്സിനാണ്. അപ്പൊ അമിനോ ആസിഡ് ആണ് ഇവിടുത്തെ ആൻസർ. നമുക്ക് നോക്കാലോ ഫാസ്റ്റ് ആയിട്ട് ആൻസർ. പ്രോട്ടീൻസ് ആർ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡിന്റെ പോളിമേഴ്സ് ആരാണ്? നമ്മുടെ പ്രോട്ടീൻസ് ആണ്. അവരെല്ലാരും ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ പ്രോട്ടീൻസിന്റെ അകത്തുള്ള അമിനോ ആസിഡ്സിനെ ഒരു ബോണ്ട് വഴി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഏത് ബോണ്ടാണ്? പെപ്റ്റൈഡ് ബോണ്ടാണ്. ഇത് മറന്നു പോരുത്, പെപ്റ്റൈഡ് ബോണ്ടാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഏത് ബോണ്ടാണ് അമിനോ ആസിഡ്സിനെ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെപ്റ്റൈഡ് ബോണ്ടാണ്. മറന്നു പോരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കാർബോഹൈഡ്രേറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. കാർബോഹൈഡ്രേറ്റ്സ് എന്തൊക്കെ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പേരിൽ നിന്ന് തന്നെ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേന്, കാർബോ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് കാർബൺ കിട്ടും. ഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും വരുന്നുണ്ട് അല്ലെ. അപ്പൊ CHO ആണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടി. CHO ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ വരുന്നത് CHO ആണ് അല്ലെ. അതേപോലെ തന്നെ CHN വരുന്നുണ്ട്. ഇതിന്റെ അകത്ത് നൈട്രജൻ, കാർബോഹൈഡ്രേറ്റ്സിൽ നൈട്രജന്റെ ഒരു ലിങ്കും കാണിക്കുന്നില്ല. നമുക്ക് ക്യാൻസൽ ചെയ്തുകൂടെ അപ്പോ? പിന്നെ നമ്മുടെ നോക്കിക്കേ, ഇവിടെയും നൈട്രജൻ വരുന്നുണ്ട് അല്ലെ. അതും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ സൾഫർ വരുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സിൽ സൾഫറുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആൻസർ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും CHO ആണെന്ന്. ഇത് ഏത് റേഷ്യോയിലാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 1:2:1 റേഷ്യോയിലായിരിക്കും കാർബോഹൈഡ്രേറ്റ്സ് ഫോം ആയിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് സാക്രൈഡ്സ് എന്നും പറയാറുണ്ട്. സാക്രൈഡ്സ് എന്നും കാർബോഹൈഡ്രേറ്റ്സിനെ പറയാറുണ്ട് കേട്ടോ. സാക്രൈഡ്സ് മറന്നു പോരുതേ. നോക്കിക്കേ, കാർബോഹൈഡ്രേറ്റ്സ് എന്തൊക്കെ വെച്ചിട്ടാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. റേഷ്യോ ഞാൻ പറഞ്ഞു 1:2:1. ഓർത്ത് വെച്ചിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോളിസാക്കറൈഡ്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർബോഹൈഡ്രേറ്റ്സിനെ സാക്രൈഡ്സ് എന്നും കൂടി നമ്മൾ പറയാറുണ്ട്. ഈ കാർബോഹൈഡ്രേറ്റ് പോളിസാക്കറൈഡ്സ്, ആദ്യമേ നമുക്ക് എന്തറിയണം? ഈ പോളിസാക്കറൈഡ് അതായത് കുറെ കാർബോഹൈഡ്രേറ്റ്സിനെ ചെയിൻ പോലെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഇതിൽ ഏതാണ്, ഈ കൂട്ടത്തിൽ ഏതാണ് പോളിസാക്കറൈഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ എന്തൊക്കെയാ വന്നിട്ടുള്ള? ഗ്ലൂക്കോസ് വന്നിട്ടുണ്ട് അല്ലെ, സുക്രോസ് വന്നിട്ടുണ്ട്, സ്റ്റാർച്ച് വന്നിട്ടുണ്ട്, ഫ്രക്ടോസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും പോളിസാക്കറൈഡ്? അതായത് ചെയിൻ പോലെ കാർബോഹൈഡ്രേറ്റ്സിന് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൽ ഏതാണ്? നമ്മുടെ ഗ്ലൂക്കോസ് നോക്കിക്കേ, മോണോസാക്കറൈഡ്സ് ആണ്. അതായത് ഒരു മോളിക്യൂൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള അത് മോണോ ആണ്.
മോണോസാക്രൈഡ്സിന്റെ ലിസ്റ്റിലാണ് ഗ്ലൂക്കോസ് വരുന്നത് അല്ലെ. മോണോസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ ഇതിൽ പ്രസന്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഇതല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. സുക്രോസോ ഡൈസാക്രൈഡ് ആണ്. ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2 മോളിക്യൂൾസ് ഓഫ് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 മോളിക്യൂൾ കാർബോഹൈഡ്രേറ്റ്സ് ജോയിൻ ചെയ്തിരിക്കുന്നതാണ് ആര്? സുക്രോസ്. അപ്പൊ അതും അല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ വരുന്ന ആരാണ്? നമ്മുടെ ഫ്രക്ടോസ് വരുന്നുണ്ട്, സ്റ്റാർച്ച് വരുന്നുണ്ട് അല്ലെ. ഫ്രക്ടോസോ മോണോസാക്രൈഡ്സ് ആണ്. വീണ്ടും നമ്മുടെ ഗ്ലൂക്കോസിനെ പോലെ മോണോസാക്രൈഡ്സ് ആണ്. അതായത് 1 മോളിക്യൂൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് അവർക്കും ഉള്ളു അല്ലെ. ഫ്രക്ടോസിന് എന്തേ ഉള്ളൂ? ഒരു മോളിക്യൂൾ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളു. അതുകൊണ്ട് ഫ്രക്ടോസിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നമുക്ക് വരുന്ന എന്താണ്? സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച് എന്താണ്? നമ്മുടെ പോളിസാക്രൈഡ് ആണ്. സ്റ്റാർച്ചിൽ കുറെ ലോങ് ചെയിൻ ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഒരു ചങ്ങല പോലെ ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ്സ് ജോയിൻ ചെയ്ത് പോകുന്നതാണ് ആര്? സ്റ്റാർച്ച് എന്ന് അറിയപ്പെടുന്നത്. നോക്കിക്കേ, പോളിസാക്രൈഡ് ഏതാണ്? സ്റ്റാർച്ച് ആണ്. ഇതിലും മോണോസാക്രൈഡ്സ് ആരൊക്കെ ഉണ്ട്? നമ്മുടെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഡൈസാക്രൈഡ് ആരുണ്ട്? സുക്രോസും ഉണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The main energy currency of the cell is. എനർജി കറൻസി ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്ന ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനർജി എന്ന് അത് മൈൻഡിൽ വെച്ചിരിക്കണം. ഇവിടുത്തെ കീ പോയിന്റ് എന്താണ്? എനർജി കറൻസിയാണ്, ഊർജം അല്ലെ. അപ്പൊ DNA ആണോ, ATP ആണോ, RNA ആണോ, ADP ആണോ? അപ്പൊ നമുക്ക് ഇതൊക്കെ എന്താണെന്ന് അറിയണം അല്ലെ. DNA നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിനെ ക്യാരി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ജനറ്റിക് ഇൻഫോർമേഷനെ കൊണ്ട് നടക്കുന്ന ആരാണ്? DNA ആണ്. അപ്പൊ ഇതല്ലെന്ന് കൺഫേം ചെയ്യാം. അപ്പൊ അത് എനർജി സൈറ്റ് അല്ലല്ലോ, നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ DNA അല്ലെന്ന് ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് ATP, RNA, ADP, DNA RNA കണക്റ്റഡ് ആയതുകൊണ്ട് RNA എന്തിനാണ്? പ്രോട്ടീൻ സിന്തസിസ് അല്ലെ. പ്രോട്ടീന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ RNA. അതുകൊണ്ട് RNA പ്രോട്ടീനുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് എന്തായാലും എനർജി റിലേറ്റഡ് അല്ല, കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്തില്ലേ, ക്യാൻസൽ ചെയ്തില്ലേ. പിന്നെ ATP, ADP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ATP, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആണ്. ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട്. ATP മാറി കൺവേർട്ട് ആയാണ് ADP ആവാറുള്ളത് കേട്ടോ. ഇത് മസിൽ കോൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ ADP. നമ്മുടെ മസിൽ കോൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ADP. മസിൽ കോൺട്രാക്ഷൻ ആണ്. അപ്പം ATP കൺവേർട്ട് ചെയ്താണ് ADP ആവുന്നത്. അതായത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് മാറിയിട്ട് ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുമ്പോഴാണ് ADP എന്നാവുന്നത് കേട്ടോ. അപ്പൊ ഇത് മസിൽ കോൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും എനർജി അല്ലല്ലോ. അപ്പൊ എന്താണ്? ATP ആണ് എന്ത്? എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത് കേട്ടോ. ഇവിടെ ഗ്ലൂക്കോസ് കൺവേർട്ട് ആയി ATP ആയിട്ട് സ്റ്റോർ ആവാറുണ്ട് കേട്ടോ. അപ്പൊ അതാണ് എനർജി കറൻസി അല്ലെങ്കിൽ ഊർജം എന്നൊക്കെ പറയുന്നത്. ആ ഊർജത്തിന്റെ ഇത് ഇവിടെയാണ് ഇരിക്കുന്നത്, നമ്മളുടെ ATP-യിലാണ്. അപ്പൊ എനർജി അല്ലെങ്കിൽ ഊർജം കേട്ട് കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് പോകണം? ഡയറക്ട്ലി ATP അല്ലെ. പവർ ഹൗസ് ഓഫ് ദ സെൽ, എനർജി സെന്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ മൈറ്റോകോൺട്രിയ ആണ് കേട്ടോ. രണ്ടും കൂടി തിരിഞ്ഞു പോകരുത് കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുണ്ട് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ത്? സ്റ്റോർ ആൻഡ് പ്രൊവൈഡ്സ് എനർജി. നമ്മുടെ സെല്ലുലാർ ആക്ടിവിറ്റി, സെല്ലിൽ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസ്, ഓരോ പ്രവർത്തനങ്ങൾക്കും എന്താണ്? നമ്മളുടെ ATP ആണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോഡി നടക്കുന്ന എല്ലാ ഫങ്ഷൻസിനാണെങ്കിലും എന്തൊരു പ്രവർത്തനം നടന്നാലും അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഈ ATP ആണ് കേട്ടോ. The digestion of proteins begins. നമ്മൾ നേരത്തെ സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. അതായത് ദഹന പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? മൗത്തിലാണെന്ന് നമ്മൾ പഠിച്ചു. അതായത് സലൈവറി അമിലേസ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്രോട്ടീൻസിന്റെ ദഹനം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ്. പ്രോട്ടീൻസിന്റെ ഇവിടെ നോക്കിക്കേ, മൗത്തിൽ അല്ലെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം അവിടെ എന്താണ്? സ്റ്റാർച്ച് ആണ് എന്തായിട്ട് മാറുന്നത്? മാൽറ്റോസ് ആയിട്ട് മാറുന്നത് അല്ലെ. സ്റ്റാർച്ച് മാൽറ്റോസ് ആയിട്ട് മാറുന്നത് അല്ലെ. പിന്നെ നമുക്ക് സ്റ്റൊമക്ക് വരുന്നുണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരുന്നുണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ. എന്തായാലും നമ്മളുടെ മൗത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് ഫുഡ് പൈപ്പ് വഴി അത് നമ്മളുടെ എവിടെ എത്തുന്നു? സ്റ്റൊമക്കിലാണല്ലേ ഫസ്റ്റ് എത്തുന്നത്. അപ്പൊ നമുക്ക് ആൻസർ എങ്ങോട്ടേക്ക് തന്നെ ഡയറക്ട്ലി പോകത്തുള്ളൂ? സ്റ്റൊമക്കിലാണ് അത് ആദ്യമേ വരുന്നത്. സ്റ്റൊമക്കിൽ നടന്നതിന് ശേഷമാണല്ലോ അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണെങ്കിൽ പുറത്തേക്കും പോകുന്നത്. അപ്പൊ ആദ്യമേ സ്റ്റൊമക്കിൽ ചെല്ലുന്നതുകൊണ്ട് നമുക്ക് ആൻസർ എന്തിലേക്ക് ചെല്ലാം? ഡയറക്ട്ലി സ്റ്റൊമക്കിലേക്ക് ആൻസർ ഡയറക്ട്ലി എത്തുന്നുണ്ട്. അവിടെ എന്താണ്? ആരാ ഉള്ളത്? പെപ്സിൻ ഉണ്ടല്ലേ. പെപ്സിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈം എന്ത് ചെയ്യും? നമ്മളുടെ പ്രോട്ടീൻസിനെ
പ്രോട്ടീൻസിനെ എന്തായിട്ട് മാറ്റും? പെപ്റ്റൈഡ്സ് ആയിട്ട് മാറ്റും. പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ആയിട്ട് മാറ്റുന്ന ആരാണ്? നമ്മുടെ പെപ്സിൻ ആണ്. അത് എവിടെയാണ്? സ്റ്റൊമക്കിലാണ്. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ട്രൈപ്സിൻ ഉള്ളത് കേട്ടോ. ട്രൈപ്സിൻ ഉള്ളത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്, മറന്നു പോയത്. അപ്പൊ ആദ്യമേ എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ സ്റ്റൊമക്കിലാണ്. മൗത്തിൽ നിന്ന് ചെന്ന് സ്റ്റൊമക്കിലോട്ടാണല്ലോ ചെല്ലുന്നത്. അപ്പൊ സ്റ്റൊമക്കിൽ തൊട്ടാണ് എന്ത്? പ്രോട്ടീന്റെ ഡൈജഷൻ സ്റ്റാർട്ട് ആവുന്നത്. സ്റ്റാർച്ചിന്റെ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗത്തിലാണ്. പ്രോട്ടീൻസിന്റെ എവിടെയാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റൊമക്കിലാണ്. സ്റ്റൊമക്കില് പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം ആണ് എന്ത് കൺവേർട്ട് ചെയ്യുന്നത്? പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെല്ലുമ്പോൾ ട്രൈപ്സിൻ എന്ത് ചെയ്യും? പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ആയിട്ട് മാറ്റുന്നത്. അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള എൻസൈമിന്റെ പേരാണ് ട്രൈപ്സിൻ. സ്റ്റൊമക്കിലുള്ള എൻസൈമിന്റെ പേര് എന്താണ്? പെപ്സിൻ ആണ്. ഇത് രണ്ടും കൂടി മാറിപ്പോരുത്, ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. എവിടെയെങ്കിലും നോട്ട് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ആൻസർ നോക്കിയിട്ട് പോവാം. സ്റ്റൊമക്കിൽ പെപ്സിൻ ആണ് കൺവേർട്ട് ചെയ്ത് പെപ്റ്റോൺസും പെപ്റ്റൈഡ്സും ആയിട്ട് മാറ്റുന്നുണ്ട്. മെയിൻലി പെപ്റ്റൈഡ്സ് ആണ് കേട്ടോ. പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡൈസാക്രൈഡ്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു അല്ലെ? എന്താണ്? പോളിസാക്രൈഡ് ആണ്, ചെയിൻ പോലെ പോകുന്നത്. അപ്പം ഇതിൽ ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലൂക്കോസും നമ്മുടെ ഫ്രക്ടോസും ഏതാണ്? മോണോസാക്രൈഡ്സ് ആണ്. രണ്ടെണ്ണവും മോണോസാക്രൈഡ്സ് ആണ്. മോണോസാക്രൈഡ്സ് ആണ്, മറന്നു പോരുത്. ഗ്ലൂക്കോസും ഫ്രക്ടോസിലും ഒരു മോളിക്യൂൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, സാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പൊ എന്താണ്? ഒരു മോളിക്യൂൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ എന്തിലുള്ളൂ? ഗ്ലൂക്കോസിലാണെങ്കിലും ഫ്രക്ടോസിലാണ്. ഫ്രക്ടോസ് ഏതാണ്? നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ കാണുന്ന നോർമൽ ആയിട്ടുള്ള ആ ഷുഗർ, ഒരു മധുരം ഇല്ലേ, ആ മധുരത്തിനെയാണ് ഫ്രക്ടോസ് എന്ന് വിളിക്കുന്നത് കേട്ടോ, നമ്മുടെ പഴങ്ങളിൽ കാണുന്നത്. അതേപോലെ തന്നെ സെല്ലുലോസും മാൽറ്റോസും വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റാർച്ചിനെ പോലെ സെല്ലുലോസ് ആരാണ്? പോളിസാക്രൈഡ്സ് ആണ്. പോളിസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ചെയിൻ പോലെ, ചങ്ങല പോലെ കാർബോഹൈഡ്രേറ്റ്സ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ത്? സെല്ലുലോസ് അല്ലെ? അപ്പൊ മാൽറ്റോസ് ആണ് ഇവിടുത്തെ നമ്മളുടെ ഏത്? ഡൈസാക്രൈഡ്. ഡൈസാക്രൈഡ് അല്ലെങ്കിൽ 2 മോളിക്യൂൾസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ജോയിൻ ചെയ്യുന്ന ആരാണ്? മാൽറ്റോസ് ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ എന്തിലേക്ക് എത്താൻ പറ്റും? മാൽറ്റോസിലേക്ക് ക്ലിയർ ആയിട്ട് ചെല്ലുന്നുണ്ട് അല്ലെ? ഡൈസാക്രൈഡ്. ഇൻ കേസ് നമുക്കിപ്പോ അറിഞ്ഞുകൂടാങ്കിൽ പോലും ഗ്ലൂക്കോസും ഫ്രക്ടോസും അറ്റ് എ ടൈം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്താണ്? അത് മോണോസാക്രൈഡ്സ് ആണ് നമുക്ക് അറിയാം അല്ലെ? പിന്നെന്താണ്? സെല്ലുലോസ് പോളിസാക്രൈഡ് ആണ്, സ്റ്റാർച്ച് പോളിസാക്രൈഡ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡൈസാക്രൈഡ് ആരാണ്? നമ്മുടെ മാൽറ്റോസ് അല്ലെ? അതൊന്ന് ഓർത്ത് വെക്കുക. അതേപോലെ സുക്രോസും ഡൈസാക്രൈഡ് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ പഠിച്ചേക്കുക, സുക്രോസും ഡൈസാക്രൈഡ് ആണ്. അത് രണ്ടും ഒരുമിച്ച് പഠിച്ചു വെക്കുമ്പോഴത്തേന് എന്താ, മറന്നു പോകത്തില്ല. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ തിരിച്ചു മറിച്ച് വന്നാലും, പോളിസാക്രൈഡ് ചോദിച്ചാലും മോണോസാക്രൈഡ് ചോദിച്ചാലും ഏത് ചോദിച്ചാലും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ? നമുക്ക് ആൻസർ നോക്കാം. കണ്ടോ? മാൽറ്റോസ് ആണ് ഡൈസാക്രൈഡ് മെയ്ഡ് അപ്പ് ഓഫ് 2 ഗ്ലൂക്കോസ് യൂണിറ്റ് അല്ലെ? 2 കാർബോഹൈഡ്രേറ്റ്സ് യൂണിറ്റ് ചേരുന്നതാണ് എന്ത്? നമ്മളുടെ മാൽറ്റോസ്. അതുകൊണ്ട് അതിനെ ഡൈ എന്ന് വിളിക്കും. ഡൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അത് ഓർത്ത് വെക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈറ്റമിൻസ് ആർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? വൈറ്റമിൻസ് ഇതിൽ ഏതുമായിട്ടാണ് കണക്റ്റഡ് ആവുന്നതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വൈറ്റമിൻ, അപ്പൊ നോക്കിക്കേ, എനർജി ഗിവിംഗ് ന്യൂട്രിയൻസ് ആണോ ഈ വൈറ്റമിൻസ്? അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ന്യൂട്രിയൻസ് ആണോ? അതോ പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് ആണോ? അതോ ഇതിലൊന്നും അല്ലേ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? എനർജി ഗിവിംഗ് ന്യൂട്രിയൻസ് ഏതാണെന്ന് അറിയണം അല്ലെ? നമ്മുടെ ബോഡിക്ക് എനർജി കൊടുക്കുന്ന ന്യൂട്രിയൻസ് ആരൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണ് അല്ലെ? നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മളുടെ ബോഡിക്ക് എനർജി കൊടുക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പൊ അത് മറന്നു പോരുത്. എനർജി ഗിവിംഗ് ന്യൂട്രിയൻസ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അത് ഓർത്തു വെക്കുക. എനർജി ഗിവിംഗ് ന്യൂട്രിയൻസ് ആരാണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇൻ കേസ് കാർബോഹൈഡ്രേറ്റ്സ് ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എനർജി ഗിവിംഗ് ന്യൂട്രിയൻസ് ആണ് കേട്ടോ. അതേപോലെ ബോഡി ബിൽഡിംഗ് ന്യൂട്രിയൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബോഡി ബിൽഡിംഗ് എന്ന് അറിയപ്പെടുന്ന ആരാണ്? പ്രോട്ടീൻസിനെയാണ് അല്ലെ? അപ്പൊ ഇതാരാണ്? നമ്മുടെ പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസിനെയാണ് ബോഡി ബിൽഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബോഡി ബിൽഡിംഗ് ആര്? പ്രോട്ടീൻസ് ആണെന്ന് നമുക്കറിയാം. ഈ 2 ഓപ്ഷനും നമുക്ക് നൈസ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും അല്ലെ? നൺ ഓഫ് ദിസ് ആണോ? പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് ആണോ? അതായത് പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ ബോഡിയിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നത്, ഇമ്മ്യൂൺ സിസ്റ്റത്തിലൊക്കെ ആക്ട് ചെയ്യുന്നത് ആരാണ്? വൈറ്റമിൻസ് ആണ്. അതുകൊണ്ട് പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് ആണ് നമ്മളുടെ വൈറ്റമിൻസ് കേട്ടോ, ഓർത്തേക്കാം. അപ്പൊ നൺ ഓഫ് ദിസ് അല്ലല്ലോ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് കിട്ടി അല്ലെ? നമുക്ക് നോക്കാം ആൻസർ കറക്റ്റ് ആണോന്ന്.
കണ്ടില്ലേ, വൈറ്റമിൻസ് ഡു നോട്ട് പ്രൊവൈഡ് എനർജി. അവർ എനർജി പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷെ അവരെന്താണ് നമ്മുടെ മെറ്റബോളിക് റെഗുലേഷൻ, എല്ലാ രാസപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇമ്മ്യൂണിറ്റിക്ക്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എന്താണ് രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ പ്രൊട്ടക്റ്റിംഗ് ന്യൂട്രിയന്റ് ആരാണ്? പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയന്റ് ആണ് ആര്? നമ്മുടെ വൈറ്റമിൻസ്. മറന്നു പോകരുത്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബയോമോളിക്കിൾസിന്റെ ന്യൂട്രിയൻസിന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാം. ഇതിൽ എന്താണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്? എല്ലാ ന്യൂട്രിയൻസിന്റെ ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം. മൂലകങ്ങൾ അയൺ, മഗ്നീഷ്യം, സൾഫർ, കാൽഷ്യം ഇതേപോലുള്ള ന്യൂട്രിയൻസിന്റെ യൂസസ് അറിഞ്ഞിരിക്കണം, ഫങ്ഷൻസ് അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ ഫോട്ടോസിന്തസിസ്, ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയയില്ലേ ഫോട്ടോസിന്തസിസ്, അത് പഠിച്ചു വെച്ചിരിക്കുക. ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്നാണ്. പിന്നെ എന്താണ് നമ്മുടെ പിഗ്മെന്റ്സ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഡൈസാക്രൈഡ്, മോണോസാക്രൈഡ് ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ഇങ്ങനെയുള്ള ചെറിയ കാര്യം. പിന്നെ നമ്മുടെ ഡൈജഷൻ നടക്കുന്ന സ്റ്റാർച്ചിന്റെ ഡൈജഷൻ, പ്രോട്ടീന്റെ ഡൈജഷൻ, ഇതൊക്കെ ഒന്ന് മൈൻഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ, ക്വസ്റ്റ്യൻ ഏത് വന്നാലും. അപ്പൊ ഇത് അതേ കണക്ക് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇനിയിപ്പോ എഴുതാൻ പറ്റും അല്ലെ. അപ്പം ഓക്കെ, താങ്ക് യു.